നമ്മളെല്ലാരും ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന രീതിയിൽ ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ കടന്നു പോകുന്ന ആൾക്കാരല്ലേ. നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മുടെ എല്ലാവരുടെയും പ്രയോറിറ്റി നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം ഒക്കെ ആയിരിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആർക്കാണ് പ്രയോറിറ്റി എന്നുള്ളത് അല്ലേ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അടുത്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ മറ്റുള്ളവർക്ക് പാരൻസ് ആയിരിക്കാം, കുട്ടികളായിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വേദനകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഫിസിക്കലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ. പക്ഷെ പരോക്ഷമായിട്ട് ആർക്കൊന്നും കാണാനില്ലെങ്കിലും നമുക്ക് പറയാനും നമുക്ക് വിഷമിക്കാനും അല്ലെങ്കിൽ നമുക്ക് സന്തോഷം പകരാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഈ വ്യക്തികളോട് നമ്മൾ ഇരുന്ന് പറയുമ്പം അവർ എത്രത്തോളം നമുക്ക് പ്രയോറിറ്റി തരുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് ഇത്ര ലാഘവത്തോടെ ആയിരിക്കും ചിലപ്പോൾ അത് കേട്ടു പോകുന്നുണ്ടാവും അല്ലെ. അത് തരുന്ന പെയിൻ എത്രമാത്രം നിങ്ങൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മളൊരു കാര്യം നമ്മൾ ഒരാളെടുത്ത് അത്രയും സീരിയസ് ആയിട്ട് പറയുമ്പോൾ ആ വ്യക്തി അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ, ഒരു വ്യക്തി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് ഫാമിലിയിലേക്ക് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും അധികമൊന്നും ആരോടും അവർ ഷെയർ ചെയ്യില്ല. അതൊക്കെ അതൊക്കെ ചുമന്നുകൊണ്ട് അവരിങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കും അല്ലെ. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ഒരാൾക്കാരുടെ അടുത്ത് ആരുടെങ്കിലും നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ അത് വളരെ ലാഘവത്തോടെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പെയിനേക്കാൾ വലിയ പെയിൻ ചിലപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് അനുഭവിച്ച ഒരു കഷ്ടം ഉണ്ടാവില്ല അല്ലെ. പക്ഷെ എത്ര പേർക്ക് ഭാഗ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണിലേക്ക് തന്നെ നോക്കി കേട്ട് ആ ഒരു നമുക്ക് അവരുടെ മുഖത്തിൽ അറിയാം, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ അറിയാൻ പറ്റും നമ്മളുടെ വേദനകളും പ്രയാസങ്ങളും അവർ മനസ്സറിഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. എത്ര പേർക്കുണ്ടല്ലേ അതുപോലത്തെ ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരാള്. അങ്ങനെ കിട്ടുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ.